ഇന്ന് നാം ബൈബിൾ സ്റ്റഡിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനമാണ്. പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ വച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് റോമാലേഖനം. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. ജാതികളോട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കേണ്ട വിധത്തിൽ അറിയിക്കുകയും അതിനാൽ അവർക്ക് ലഭിക്കുന്ന നിത്യ ജീവനും ദൈവിക അനുഗ്രഹങ്ങളും എങ്ങനെയായിരിക്കുന്നു, എത്രമാത്രം അത് വിലപ്പെട്ടതാണ് എന്ന് വളരെ വിശദമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ മറ്റൊരു ലേഖനമാണ് എബ്രായ ലേഖനം. അത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ഉള്ള ആളുകളോട് സുവിശേഷം അറിയിച്ചിരിക്കുന്ന അതിപ്രധാനമായ ഒരു ലേഖനമാണ്. അങ്ങനെ ജാതികളും അതുപോലെ ജാതികളിൽ നിന്നുള്ളവർ, യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ളവർ രണ്ടുപേർക്കും പ്രത്യേകം അവരോട് ഏത് വിധത്തിലാണ് സുവിശേഷം അറിയിച്ചിരിക്കുന്നത്, അവർക്കെങ്ങനെയാണ് അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഈ രണ്ട് ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സുവിശേഷങ്ങൾ നോക്കുമ്പോൾ പൊതുവെ പ്രത്യേകിച്ച് അക്കാലത്ത് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഭാഷയായിരുന്നു ഗ്രീക്ക്. ആ ഗ്രീക്ക് ഭാഷയിൽ സകല ജാതികൾക്കും വെളിപ്പെടുത്തിയിരിക്കുന്ന, ദൈവപുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അങ്ങനെ പുതിയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇവയൊക്കെ. അതിലൊന്നാണ് ഈ റോമാലേഖനം. റോമാലേഖനത്തെക്കുറിച്ച് അല്പസ്വല്പം അതിൻ്റെ ആമുഖമായിട്ട് നാം പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് 3 മിഷണറി യാത്രകൾ നടത്തിയതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 3-ാമത്തെ മിഷണറി യാത്ര താൻ നടത്തുമ്പോൾ അതിൻ്റെ ഒടുവിലായി ഗ്രീസിലേക്ക് വരികയും ഗ്രീസിലുള്ള കൊരിന്ത് എന്ന പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ആ കൊരിന്ത് പട്ടണത്തിൽ ആദ്യമൊക്കെ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ആളുകൾ ഉണ്ട്, നീ ഭയപ്പെടാതെ സുവിശേഷം അറിയിക്കുക എന്ന് പൗലോസിന് ലഭിച്ച വെളിപ്പാടനുസരിച്ച് പൗലോസ് അവിടെ സുവിശേഷം അറിയിക്കുകയും അനേക ആളുകൾ രക്ഷയിലേക്ക് വരുവാൻ ഇടയായി തീരുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അങ്ങനെ കൊരിന്തിലിരിക്കുന്ന അവസരത്തിൽ അവിടെ വെച്ച് എഴുതിയതാണ് ഈ റോമാലേഖനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 2-3 വാക്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പൗലോസ് അവിടെ കൊരിന്തിലിരിക്കുമ്പോൾ ഇനിയും എവിടേക്കാണ് താൻ സുവിശേഷവുമായിട്ട് കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു ചിന്ത തൻ്റെ മനസ്സിലുണ്ടായി. യെരുശലേം മുതൽ മാസിഡോണിയയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള ആ ഇല്ലൂരിയം എന്ന സ്ഥലം വരെയും താൻ സുവിശേഷം അറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 15-19 അത് പറയുന്നുണ്ട്. അടുത്ത 4-ാമത്തെ ഒരു സുവിശേഷ യാത്ര, അത് എവിടേക്കായിരിക്കണം എന്ന് താൻ ആലോചിച്ച് വരുമ്പോഴാണ് റോം വഴിയായിട്ട് സ്പെയിനിലേക്ക് പോകാം എന്ന് തൻ്റെ മനസ്സിൽ
ഒരു ചിന്തയുണ്ടായി. അക്കാലത്ത് റോമാക്കാരാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പിൽ, ഏഷ്യയിലും മറ്റും എവിടെയും സഞ്ചരിക്കുവാനുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അക്കാലത്ത് വളരെ ഉണ്ടായിരുന്നു. ഇത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായിരുന്നു. അതുമാത്രമല്ല, പൊതുവിൽ ഗ്രീക്ക് സാമ്രാജ്യ കാലഘട്ടത്തിൽ ലോകം മുഴുവനും അക്കാലത്ത് ഗ്രീക്കിൻ്റെ പരിഷ്കാരങ്ങൾ, സംസ്കാരം അത് വ്യാപിപ്പിക്കുവാനായിട്ട് ഗ്രീക്ക് ഭാഷ എല്ലാ ദേശക്കാരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഗ്രീക്ക് ഭരണാധികാരികൾ ആഗ്രഹിച്ചിരുന്നു. ആ കാരണത്താൽ നമുക്കറിയാം, മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അക്കാലത്ത് ഗ്രീക്ക് ഒരു പ്രധാന ഭാഷയാണ്. ഇന്ന് ഇംഗ്ലീഷ് പറയുന്നത് പോലെ അന്ന് ഏഷ്യ, യൂറോപ്പ് പ്രദേശങ്ങളിൽ ഗ്രീക്ക് ഭാഷ പ്രധാനമായ ഒരു ഭാഷ ആയിരുന്നു. ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഭാഷയുടെ കോമണായിട്ടുള്ള ഉപയോഗം, ഈ രണ്ട് പ്രത്യേക കാരണങ്ങളാൽ സുവിശേഷം വളരെയധികം വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണാം. AD 57 പൗലോസ് കൊരിന്തിലെ തൻ്റെ മൂന്നാമത്തെ സന്ദർശന വേളയിൽ താൻ അവിടെ ഇരുന്നു കൊണ്ട് എഴുതിയതാണ് റോമാലേഖനം. കൊരിന്ത് പട്ടണത്തിന് അടുത്തുള്ള ഏതാണ്ട് 4 മൈലോളം അടുത്തുള്ള ഒരു തുറമുഖ പട്ടണമാണ് കെങ്ക്രയ എന്ന് പറയുന്ന സ്ഥലം. ആ കെങ്ക്രയ സഭയിലെ ഒരു സഹോദരി ഫേബയുടെ കൈവശമാണ് ഈ റോമാലേഖനം പൗലോസ് റോമിലേക്ക് കൊടുത്തയക്കുന്നത്. താൻ അതിനുശേഷം റോമ സന്ദർശിക്കണം എന്ന് തൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. എന്നാൽ ആ റോമ പട്ടണം സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് തനിക്ക് യെരുശലേമിൽ ഒന്ന് പോകണമെന്ന ആഗ്രഹമുണ്ടായി. യെരുശലേമിലെ സാധുക്കളായ ദൈവജനത്തിന് ഒരു ധർമ്മശേഖരം നടത്തി അവരെ ആ നിലയിൽ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൗലോസ് ഏഷ്യ, യൂറോപ്പ് മുതലായിരിക്കുന്ന സഭകളിൽ നിന്ന് ഒരു ധർമ്മശേഖരം നടത്തി. അത് യെരുശലേമിലെ സാധുക്കളായിരിക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ ഉദവിക്ക് ഉപകാരപ്പെടേണ്ടതിന് അതുമായിട്ട് യെരുശലേമിലേക്ക് പോകണമെന്ന് തൻ്റെ ഹൃദയത്തിൽ വളരെ നാളുകൾ കൊണ്ടേ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ കാരണത്താൽ താൻ സ്പെയിനിലേക്ക് റോമ വഴി പോകുന്നതിന് മുമ്പായി യെരുശലേം ഒന്നുകൂടി സന്ദർശിക്കണം എന്ന് തനിക്ക് താല്പര്യമുണ്ടായി. അങ്ങനെ യെരുശലേമിലെത്തി. എന്നാൽ പൗലോസ് വിചാരിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അവിടെ വെച്ച് താൻ അറസ്റ്റിലാവുകയും ഏകദേശം 2 വർഷത്തോളവും കൈസരിയിലെ ഉള്ള റോമൻ കാരാഗ്രഹത്തിൽ തടവിലായി. 2 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഏതാണ്ട് AD 60 താൻ ഒരു തടവുകാരൻ എന്നുള്ള നിലയിൽ റോമിലെത്തുകയും റോമിൽ എത്തിയ ശേഷം വാടകയ്ക്കെടുത്ത ഒരു വീട്ടുതടങ്കൽ താൻ പിന്നെയും 2 വർഷം അവിടെ കഴിയുകയും തൻ്റെ അടുക്കൽ വരികയും പോവുകയും ചെയ്യുന്നവരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു പോന്നു എന്നുള്ളത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും ചരിത്രപരമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. റോമിൽ ഇതിനു മുമ്പ് ആരും ഒരു സുവിശേഷ പ്രവർത്തനവുമായിട്ട് പോയിട്ടില്ല. പക്ഷേ അവിടെ ഒരു സഭയുണ്ട്. റോമെന്ന് പറയുമ്പോൾ അവിടെ അക്കാലത്തെ ആ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണത്. പ്രത്യേകിച്ച് റോമാക്കാര് ഏഷ്യയിലും മാസിഡോണിയയിലും മറ്റും റോമൻ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ട്.
അങ്ങനെ റോമാക്കാരായിരിക്കുന്ന അനേക ആളുകൾ ഏഷ്യയിലും മാസിഡോണിയയിലും പാർത്തു വന്നിരുന്നു. തെസലോനിക്ക, ഫിലിപ്പിയ മുതലായിരിക്കുന്ന സ്ഥലം റോമൻ കോളനികളായിരുന്നു. അപ്പോൾ റോമാക്കാരായിരിക്കുന്ന ആളുകളുമായിട്ട് പൗലുസിന് വളരെ പരിചയമുണ്ട്. അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ജീവിത രീതികൾ ഒക്കെ പൗലുസിന് അറിയാമായിരുന്നു. മാത്രമല്ല, ഈ റോമിൽ നിന്നും വരികയും പോവുകയും ചെയ്യുന്ന പല ആളുകളും മറ്റു പല സ്ഥലങ്ങളിലുള്ള റോമൻ കോളനികൾ സന്ദർശിക്കുന്ന ആളുകൾ അവിടെ വെച്ചൊക്കെയും പൗലോസിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും സുവിശേഷം അറിയുകയും ചെയ്തിട്ടുള്ളവരാണ്. അനേക ആളുകൾ പൗലോസിൻ്റെ സുവിശേഷ പ്രസംഗത്താൽ തന്നെ മാനസാന്തരപ്പെട്ടവരായിരുന്നു റോമിലുണ്ടായിരുന്നവർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസ് 28 ആളുകളുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരെ വന്ദനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും വ്യക്തിപരമായിട്ട് പൗലോസിന് ആ സഭയിലുള്ള ആളുകളെ ഒക്കെ നല്ല പരിചയമായിരുന്നു എന്ന്. മാത്രമല്ല, ഒരു കൂട്ടം ആളുകളെ, അഖിലാവും പ്രിസ്കില്ലയും, അവരും റോമിലുള്ള സഭയിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ എല്ലാവരും, യഹൂദന്മാരെല്ലാം റോമാ നഗരം വിട്ടുപോകണമെന്ന് ക്ലൗദ്യോസിൻ്റെ കൽപ്പന വന്നപ്പോൾ അവർ റോമാ നഗരം വിട്ട് കൊരിന്തിലേക്ക് വരികയും കൊരിന്തിൽ നിന്ന് പിന്നെ അപ്പോസ്തലനോട് കൂടി എഫേസോസിൽ വന്ന് പാർക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ നമുക്ക് അറിയാം. ക്ലൗദ്യോസിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ആ ആജ്ഞ പിൻവലിക്കുകയും റോമാ നഗരം വിട്ടുപോയവർ, യഹൂദന്മാരൊക്കെ പിന്നെയും മടങ്ങി റോമിലേക്ക് പോവുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, ഈ റോമിലെ സഭ ഉണ്ടായത് മറ്റൊരർത്ഥത്തിൽ പെന്തക്കോസ് നാളിലെ അനേക സ്ഥലങ്ങളിൽ നിന്ന് പെന്തക്കോസ് ഉത്സവത്തിന് യെരുശലേമിൽ വന്നുകൂടിയിരുന്നു അനേകരും, യഹൂദന്മാർ പ്രത്യേകിച്ച്. യവനന്മാരും ഉണ്ടായിരുന്ന കൂട്ടത്തിൽ. അങ്ങനെ പെന്തക്കോസ് ദിവസത്തിൽ അന്ന് കൂടി വന്നിരുന്ന അനേകരിലും ചിലർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി പത്രോസിൻ്റെ പ്രസംഗം മൂലം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റവരായ ആ വിശ്വാസികൾ മടങ്ങി റോമിലേക്ക് വരികയും പിന്നീട് അവരെ ഒന്നിച്ചുകൂടി അവിടെ സഭാ കൂടിവരവ് ആരംഭിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് അനുമാനിക്കാം. ഏതായാലും അവിടെ വളരെയധികം യഹൂദന്മാരും അതുപോലെ തന്നെ ജാതികളിൽപ്പെട്ടവരുമായിരിക്കുന്ന ആളുകൾ റോമൻ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. റോമാലേഖനം വായിക്കുമ്പോൾ ആ രണ്ട് കൂട്ടം ആളുകളെയും ഉദ്ദേശിച്ച് പൗലോസ് പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യഹൂദനെ സംബന്ധിച്ച്, യഹൂദൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് റോമാലേഖനം 9-ാം അധ്യായത്തിലും യഹൂദൻ്റെ ആ പ്രസൻറ്റ് ടൈമിൽ അവരെങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് 10-ാം അധ്യായത്തിലും യഹൂദൻ്റെ ഭാവി എന്തായി തീരും ഇനിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിവരണം റോമാലേഖനം 11-ാം അധ്യായത്തിലും പൗലോസ് വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജാതിയിൽ നിന്നുള്ളവരോടും യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് വിശ്വാസത്താൽ വന്നവരായിട്ടുള്ള ആളുകളോടും പൗലോസ് പ്രത്യേകം തൻ്റെ ലേഖനത്തിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ റോമിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് നാം ഈ പറഞ്ഞതുപോലെ പൗലോസിൻ്റെ പ്രസംഗത്താൽ മാനസാന്തപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ പത്രോസിൻ്റെ പ്രസംഗത്താൽ അതിനു മുമ്പ് തന്നെ പെന്തക്കോസ് നാളിൽ യെരുശലേമിൽ വന്നവരുടെ കൂട്ടത്തിലുള്ളവർ വിശ്വാസത്തിലേക്ക് വരികയും അവർ മടങ്ങി വന്ന് റോമിൽ ഒരു സഭ രൂപപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനെ റോമിലെ സഭയിൽ യഹൂദന്മാരെക്കാൾ അധികം ജാതികളിൽ നിന്നുള്ളവർ മാനസാന്തരപ്പെട്ടവരായിരുന്നു എന്നും ഈ ലേഖനം വായിക്കുമ്പോൾ ചിലയിടങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. യഹൂദനും ജാതിയും രണ്ടും കൂടി രണ്ടും ചേരുന്നതാണ് ദൈവസഭ. അല്ലെങ്കിൽ യഹൂദനും ജാതിയും ദൈവസഭയുടെ അംഗമായിരിക്കുന്ന കാര്യം ഈ ലേഖനത്തിൽ ഊന്നി പറയുന്നത് ഭാഗങ്ങൾ പലതുമുണ്ട്. റോമാലേഖനം 11,
അതുപോലെ 14, 15 എന്നീ അധ്യായങ്ങളിൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എങ്കിലും ഇപ്പോൾ റോമിൽ വേറെ ആരും സുവിശേഷം അറിയിച്ചിട്ടില്ല. അതിനാൽ താൻ റോമിൽ സുവിശേഷം അറിയിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പൗലോസ് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. അതിൻ്റെ ഒന്നാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു. റോമാലേഖനം എഴുതിയിരിക്കുന്നതിൻ്റെ ആ ശൈലി, അതിൻ്റെ സ്റ്റൈൽ, റോമിലെ കാരാഗ്രഹത്തിൽ പൗലോസ് കിടന്നിട്ടുണ്ട്. കൈസരിയിലും മറ്റും താനായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ലേഖനങ്ങളിൽ വെച്ച് ഈ റോമാലേഖനം ഈ വേദപുസ്തകത്തിൽ വന്നിരിക്കുന്നത് ഉചിതമായിരിക്കുന്ന സ്ഥാനത്താണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ ഒടുവിൽ പൗലോസ് ഒരു കാരാഗ്രഹ വ്യക്തിയായിട്ട്, തടവുകാരനായിട്ട് താൻ ചങ്ങല ധരിച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന ആ അവസ്ഥയിലാണ് അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത്. തൻ്റെ അടുക്കൽ വരുന്നവരോടും സുവിശേഷം താൻ അറിയിച്ചുകൊണ്ട് ഒരു തടവുകാരൻ എന്നുള്ള നിലയിൽ കാരാഗ്രഹത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ് അത് അവസാനിക്കുന്നത്. അതിനുശേഷം ആണ് അടുത്തത് റോമാലേഖനം നാം കാണുന്നത്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിക്ക് ശേഷം 1-ാമത്തെ ലേഖനമായിട്ടാണ് അത് കാണുന്നത്. റോമാലേഖനം എഴുതുന്നതിന് മുമ്പേ എഴുതിയതാണ് ഗലാത്യ ലേഖനം. അതിനു മുമ്പ് എഴുതിയതാണ് തെസ്സലോനിക്ക ലേഖനം. പക്ഷേ ഈ ലേഖനം ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം വരത്തക്ക വിധത്തിലാണ് പരിശുദ്ധാത്മാവ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ റോമാലേഖനത്തിൻ്റെ എഴുത്തിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അത് ലോകത്തിൽ പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. പത്രോസിന് യഹൂദന്മാരുടെ ഇടയിൽ, പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷീകരണം നൽകപ്പെട്ടതുപോലെ ജാതികളുടെ ഇടയിൽ സുവിശേഷീകരണം നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനാണ് എന്ന് പൗലോസ് തന്നെ ഗലാത്യ ലേഖനം 2:8 റോമ 15:15, 16 എന്നീ വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീസിലെ ഏതൻസ് എന്ന അല്ലെങ്കിൽ അഥേന എന്ന സ്ഥലത്ത് പുരാതന തത്വജ്ഞാനികളായിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടൽ മുതലായ യവന തത്വജ്ഞാനികൾ നിന്ന് പ്രസംഗിച്ച പ്രസംഗ പീഠത്തിൽ പൗലോസും പ്രസംഗിക്കുവാൻ ഇടയായി. ആ പ്രസംഗ പീഠത്തിൽ താൻ പ്രസംഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 17 കാണാം. അരയോപഗ കുന്നിന്മേൽ ഉള്ള ആ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് താൻ സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷ പ്രസംഗം സാധാരണക്കാരായ ആളുകളോടല്ല താൻ പ്രസംഗിച്ചത്. അക്കാലത്ത് ഉണ്ടായിരുന്ന തത്വജ്ഞാനികളായ ഈ എപ്പിക്കൂരിയര്, സ്തോയിക്കര് മുതലായവർ കൂടി വന്ന സദസ്സിൻ്റെ മുമ്പിലാണ് താൻ പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ അവരോട് പ്രസംഗിച്ച ആ പ്രസംഗ ശൈലി എങ്ങനെയോ അതേ ശൈലിയിലാണ് ആ പ്രസംഗത്തിന് ശേഷമാണ് താൻ അവിടെ വന്ന് കൊരിന്തിലിരുന്ന് ഈ ലേഖനം എഴുതുന്നത്. ഏതാണ്ട് ഈ തത്വജ്ഞാനികളുടെ മുമ്പിൽ അവരെങ്ങനെ വാദപ്രതിവാദങ്ങൾ നടത്തുന്നവോ, ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയുന്നതോ,
ചോദ്യവും ഉത്തരവും എന്നുള്ള നിലയിലാണ് ഈ റോമാലേഖനം ത്തിൽ എഴുതിയിരിക്കുന്നത്. കാറ്റഗറ്റിക്കൽ സ്റ്റഡീസ് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. അതായിരുന്നു അവരുടെ രീതി. ആ നിലയിലാണ് റോമാലേഖനത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉടൻ തന്നെ അതിൻ്റെ താഴെ മറുപടി പറയുന്നതായിട്ടാണ് ലേഖനത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ അതായിരുന്നു ഈ ലേഖനത്തിൻ്റെ രീതി. അതല്ലെങ്കിൽ ഗ്രീക്ക് തത്വജ്ഞാനികളായിരിക്കുന്ന പല ആളുകളും എഴുതിയിട്ടുള്ള എഴുത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് റോമാലേഖനവും എഴുതിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. തത്വജ്ഞാനിയായിരുന്ന സീനോ എന്ന് പറയുന്ന അയാളെ സീനോ ദ ഫാദർ ഓഫ് സ്റ്റോയിക് തത്വജ്ഞാനികളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് സീനോ. അദ്ദേഹത്തിൻ്റെ എഴുത്താണ് തത്വജ്ഞാനികളുടെ ഇടയിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകൾ. ആ എഴുത്തുകളെക്കാളും കവഞ്ഞു നിൽക്കുന്ന, അതിനേക്കാളും മാനിക്കത്തക്ക ഭാഷാരീതിയിലും ചാതുര്യത്തിലുമാണ് അപ്പോസ്തലനായ പൗലോസ് ഈ റോമാലേഖനം എഴുതിയിരിക്കുന്നത്. സാഹിത്യ ലോകത്ത് ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. അതുകൊണ്ടാണ് പലപ്പോഴും അത് മനസ്സിലാക്കുവാനായിട്ട് സാധാരണക്കാർക്ക് പ്രയാസമുള്ളത്. റോമാലേഖനം പല ആളുകളും പല ആവർത്തി വായിക്കുന്നുണ്ട്, ചില ആളുകൾ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം ചെയ്തിട്ടും റോമാലേഖനം ശരിക്ക് മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ കഴിയുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, അത് ഔവണ്ണം ആ സാഹിത്യ ഭാഷയിൽ അല്ലെങ്കിൽ ആ സ്റ്റോയിക്ക് തത്വജ്ഞാനികളുടെ ഭാഷാരീതിയിലാണ് ആ ലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. ഈ റോമാലേഖനത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ദൈവാത്മാവ് അത് പ്രധാനമായിട്ട് അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വസ്തുതകൾ നാം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 8 വിഷയങ്ങൾ പ്രധാനമായിട്ട് റോമാലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏകദേശം ഏതാണ്ട് 8 വിഷയങ്ങൾ ഈ റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പൊതുവെ പറഞ്ഞാൽ, ഒന്നാമത് പാപിയായ മനുഷ്യൻ്റെ നേരെയുള്ള ദൈവത്തിൻ്റെ കോപം. ദൈവം പാപം ക്ഷമിക്കും, പക്ഷേ പാപത്തോട് ദൈവം എപ്പോഴും എതിർത്ത് നിൽക്കുന്നയാളാണ്. അതൊരു വിശ്വാസി പാപം ചെയ്താലും എതിർക്കും ദൈവം. അതാ പ്രശ്നം. പാപത്തോട് ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പോൾ ആ പാപത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ കോപം അത് ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്, ന്യായവിധിയുടെ തത്വങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മൂന്നാമത്, പാപത്തിൻ്റെ സാർവലൗകികത എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരും പാപികളാണ്, പാപിയല്ലാത്ത ഒറ്റ മനുഷ്യൻ. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്, വിശ്വാസത്താലുള്ള നീതീകരണം. അതാണ് നാലാമത്തെ ഭാഗം. അഞ്ചാമത്, രക്ഷയുടെ ഭദ്രതയാണ്. ആറാമത്, ആദാമ്യ പാപത്തിനുള്ള പരിഹാരം. അത് കാണാൻ കഴിയും. ഏഴാമത്തെ ഭാഗമാണ് വിശുദ്ധീകരണം. 8 വിശ്വാസികളുടെ ഉത്തരവാദിത്വങ്ങൾ. ഇങ്ങനെ പ്രധാനമായിട്ട് 8 ഭാഗങ്ങളായിട്ട് പൊതുവെ ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ആകയാൽ ഈ ലേഖനം സകല വിശ്വാസികളുടെയും ക്രിസ്തീയ ജീവിതത്തിന് ഒരു അനുഗ്രഹ വിഷയമായിട്ട് ഇരിക്കുന്നതാണ്. ഇതിൻ്റെ 1-ാം ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. അതാണ് 1-ാം ഭാഗം. ആ 1-ാം ഭാഗത്തിൻ്റെ ആദ്യത്തെ വിഷയം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അത് റോമാലേഖനത്തിൻ്റെ മുഖവുരയാണ്. ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഒരു മുഖവുരയായിട്ട്
എഴുതിയിരിക്കുകയാണ് അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവിടെ തന്നെ ആ 17 വാക്യങ്ങളിൽ തന്നെ പൂർണ്ണ സുവിശേഷം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. താൻ പറയാൻ പോകുന്ന സുവിശേഷത്തിൻ്റെ ആ പ്രത്യേകത എന്താണ് എന്ന് അവിടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് വിശുദ്ധ രേഖയാകുന്ന പഴയ നിയമത്തിൽ, വിശുദ്ധ രേഖകളെന്ന അക്കാലത്ത് പറയുന്നത് പുതിയ നിയമം എഴുതി കിട്ടുന്നതിന് മുമ്പേ പഴയ നിയമമായിരുന്നു പുതിയ നിയമ വിശ്വാസികളുടെ കയ്യിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിശുദ്ധ രേഖകൾ എന്ന് പറയപ്പെടുന്നത് പഴയ നിയമമാണ്. അങ്ങനെയുള്ള ആ വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചും അവനിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചുമാണ് നാം അതിൻ്റെ ആരംഭഭാഗത്ത് കാണുന്നത്. വിശ്വസിക്കുന്നത് മൂലം ലഭിക്കുന്ന നീതീകരണത്താലുള്ള നിത്യരക്ഷ, അതാണ് ഇതിലെ പ്രധാനമായ വിഷയം, മുഖ്യ വിഷയം. അപ്പോൾ വിശുദ്ധ രേഖയാകുന്ന പഴയ നിയമത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതൊരു മർമ്മ വിഷയമായിട്ടായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായിരുന്നില്ല. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് യഹൂദന്മാർക്കോ ദൈവഭക്തി ഉള്ളവർക്കോ പോലും അത് വേണ്ട വിധത്തിൽ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടപ്പോൾ അത് ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കുമോ എന്നായിരുന്നു അവരുടെ ചിന്ത. എമ്മൗസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാർ തമ്മിൽ വാദിച്ചത് അതാണ്. അവർ വാദിച്ചും തർക്കിച്ചും പോയി, ശരിയാണോ, ഉയർത്തെഴുന്നേറ്റോ, സ്ത്രീകൾ പറയുന്നു അവർ കണ്ടെന്നോ ഒക്കെ, അത് സംഭവിക്കുമോ, ഇങ്ങനെയൊക്കെ അവർ വാദിച്ചും തർക്കിച്ചും പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് കൂടെ ഒരു വഴിയാത്രക്കാരനെ പോലെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് കൂടെ ചേർന്ന് നടന്നു. നിങ്ങൾ എന്തുവാ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം നീ എന്തുവാ ഒരു പരദേശിയെ ആണോ, നീ ഇവിടെങ്ങും അല്ലയോ, ഇവിടെ സംഭവിച്ചത് കാര്യങ്ങളൊന്നും നിനക്കറിയയില്ലയോ, പീലാത്തോസ് യേശു എന്ന പ്രവാചകനെ ക്രൂശിച്ച കാര്യമൊന്നും നിനക്കറിയയില്ലേ? അപ്പോൾ ചോദിച്ചു, എന്താണ് അറിയുന്നത്, എന്താണ് നിങ്ങൾ കേട്ടത്? അത് ചില സ്ത്രീകൾ ഇന്ന് രാവിലെ ഞങ്ങളോട് വന്ന് പറഞ്ഞു, അവൻ ക്രൂശിക്കപ്പെട്ടു, പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റതായിട്ട് ഞങ്ങൾ കണ്ടുവെന്ന്. പക്ഷെ എങ്ങനെ വിശ്വസിക്കാനാ? ഇതൊക്കെ പറഞ്ഞവര് തർക്കിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് അവരോട് പറയുന്നത് തന്നെക്കുറിച്ചുള്ള കാര്യം, അഥവാ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് അവനത് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് എടുത്ത് വിവരിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അല്ലയോ മന്ദബുദ്ധികളെ, തിരുവെഴുത്തുകളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലയോ, എല്ലാം വിശ്വസിക്കുന്നില്ലയോ, ഇതിങ്ങനെ സംഭവിക്കേണ്ടതല്ലയോ എന്നവരോട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പഴയ നിയമത്തിൽ വിശുദ്ധ രേഖകളിൽ ക്രിസ്തുവിനെക്കുറിച്ചും എഴുതിയിരിക്കുന്ന അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അക്കാലത്തെ ആളുകൾക്ക്, അവർ ദൈവഭക്തരുള്ളവരായിരുന്നിട്ടും അവർക്കത് ഗ്രഹിക്കുവാൻ മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അവരോട് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം അഥവാ പുതിയ നിയമം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് താഴോട്ട് നാം വായിക്കുന്നത്.
എന്താണ് ഈ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? മാത്രമല്ല പുതിയ നിയമം എന്താണ്? അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പുതിയ നിയമം ഞാൻ സ്ഥാപിക്കും, ആ നിയമത്തിലൂടെ ഞാൻ മനുഷ്യജാതിയെ രക്ഷിക്കും എന്നുള്ള കാര്യം തിരുവെഴുത്തിൽ നേരത്തെ വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടതിന് എഴുതിയിരിക്കുന്ന വാക്കുകൾ നമുക്ക് അത് വായിക്കുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവചനം 31 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണാം. ഞാനത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളതൊന്ന് പറഞ്ഞു പോകാം. അവിടെ പറയുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്നും കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. മിസ്രയീമിൽ നിന്ന് അവരെ കൈക്ക് പിടിച്ച് സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ വച്ച് അന്നൊരു നിയമം അവരോട് ചെയ്തു, പഴയ നിയമം. ഇനി ഞാൻ പുതിയൊരു നിയമം അവരോട് ചെയ്യും. അത് പണ്ട് പഴയ നിയമകാലത്ത് അന്ന് അവരോട് ചെയ്തതുപോലെ ഉള്ള നിയമമല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. അന്ന് ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം, പുതിയ നിയമം, അതിങ്ങനെയാകുന്നു. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പഴയ നിയമം എന്ന് പറയുന്നത് കല്ലിൽ അക്ഷരമായിട്ട് കൊത്തിക്കൊടുത്തതാണ്. എന്നാൽ അത് അവിടെ ഇവിടെയൊക്കെ കല്ലുകൾ സ്ഥാപിച്ച് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മറന്നു പോകും. അത് കാണുമ്പോഴേ അല്ലെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കുമ്പോഴേ അത് അവർക്ക് ഓർമ്മ വരികയുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത്, ഞാനിനി ചെയ്യാൻ പോകുന്ന പുതിയ നിയമം അത് അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും എന്നാണ്. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനോടും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിപ്പിക്കും, അവരുടെ പാപമിനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം അതാണ് ഈ പുതിയ നിയമം ആക്കുന്നത്. ആ പുതിയ നിയമം സ്ഥാപിക്കുന്നതും അതുമൂലമുള്ള രക്ഷ എന്ന് പറയുന്നതും മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല അവൻ നേടുന്നത്. അത് ദൈവം അവനവൻ്റെ ഹൃദയത്തിൽ എഴുതുകയാണ്. മാത്രമല്ല, അവർ ദൈവത്തോട് സ്നേഹവും ഭക്തിയും അവർക്ക് ഉണ്ടാകത്തക്കവണ്ണം ദൈവം അവരെ ആ നിലയിൽ തന്നിലേക്ക് ആകർഷിക്കും, തന്നിലേക്ക് കൊണ്ടുവരും, തന്നിലേക്ക് അവരെ ചായിക്കും. അതിനെക്കുറിച്ച് പിന്നെയും വായിക്കുന്നുണ്ട് നാം. യെശയ്യാ പ്രവചനത്തിൽ 59-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ എന്നിലുള്ള എൻ്റെ ആത്മാവിനെ അവരിൽ പകരും, അവർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ വായിൽ വചനങ്ങളെ ഞാൻ അവർക്ക് നൽകും, അതവരൊരു നാളും വിട്ടുപോകയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെയും വായിക്കുന്നത് യെഹെസ്കേൽ പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും.
എൻ്റെ വചനം ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതും, എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. പിന്നെ ഇരമ്യാവ് പറയുന്നു, അവർ എന്നെ വിട്ടു തിരിയാതിരിക്കുവാൻ എന്നിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഇരമ്യാവ് 32:40. ഇതുകൂടാതെ അനേക ഭാഗങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ നിയമം എന്ന് പറയുന്നത് എവിടെങ്കിലുമൊക്കെ അക്ഷരമായിട്ട് എഴുതി വെക്കാനല്ല. പിന്നെയോ അത് ഞാൻ അവരുടെ ഉള്ളിൽ തന്നെ എഴുതും, ഹൃദയത്തിൽ എഴുതും. മാത്രമല്ല, അത് അവരെ എപ്പോഴും ഓർപ്പിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ടി എൻ്റെ ആത്മാവിനെ ഞാൻ അവരുടെ ഉള്ളിലാക്കും. അതും പോരാ, ഞാൻ എൻ്റെ വചനങ്ങളെ അവരുടെ നാവിന്മേലും അവരുടെ ഹൃദയത്തിലും ആക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി അതും പോരാ, എന്നിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവഭക്തി, ബഹുമാനം, ഇതെല്ലാം ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിലാക്കിത്തരും എന്നാണ്. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത നോക്കുക, എത്ര വലിയ വ്യത്യാസമാണ് പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസം. ഈ പറയുന്ന കാര്യങ്ങളുടെ മർമ്മമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ രീതിയിലല്ല. പഴയ നിയമം കൊടുത്തു, BC 1400 സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ച് പഴയ നിയമം കൊടുത്തു. ആ പഴയ നിയമപ്രകാരം 1400 വർഷം ദൈവം ജനത്തെ പരിശോധിച്ചു. ആരെങ്കിലും ഈ നിയമമനുസരിച്ച് രക്ഷപ്പെടുമോ എന്ന് നോക്കി. ഒരൊറ്റ ദേഹി പോലും 1400 വർഷത്തിന്റെ ഉള്ളിൽ പഴയ നിയമപ്രകാരം, ന്യായപ്രമാണപ്രകാരം നീതീകരിക്കപ്പെടുകയോ രക്ഷ പ്രാപിക്കുകയോ പാപമോചനം പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം പഴയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, നിഷ്പ്രയോജനമായിരുന്നു അത്. അതിനാൽ ആരും നീതീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആകയാൽ ആ പഴയതിനെ നീക്കി ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അതാണ് വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ആ വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അത് മുഖാന്തരം ലഭിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ചുമാണ് റോമാലേഖനം പറയും. അപ്പൊ നോക്കുക, റോമാലേഖനം എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേഖനമാണ്. പഴയ നിയമത്തെ മാറ്റിമറിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. പഴയ നിയമത്തിന് കഴിയാഞ്ഞതിനെ ഇതാ ദൈവം മനുഷ്യർക്ക് സാധ്യമാക്കി കൊടുക്കുന്ന സുവിശേഷം. അത് വിശ്വസിക്കുവാനും അത് അറിഞ്ഞ് ജീവിക്കുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുവാനും ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകുവാനും ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. അല്ലാതെ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല, മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല ഒരുവൻ രക്ഷയിലേക്ക് വരുന്നത്. രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്ന് നാം പറയുന്നതിന്റെ കാരണം എന്താ? അത് നമ്മുടെ കഴിവ് കൊണ്ടല്ലല്ലോ നമുക്കിത് ലഭിച്ചത്, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ലഭിക്കുന്നത്. അതെല്ലാം ദൈവം തന്നെ തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ മുൻനിർണയപ്രകാരം നമുക്ക് തന്നതാണ്. ദാനമായിട്ട് എന്ന് പറഞ്ഞ് തന്നതാണ്. തൻ്റെ ആത്മാവിനെ കൂടെ നമ്മുടെ ഉള്ളിലാക്കി തന്നതാണ്. അത് പിന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മളല്ലല്ലോ. അത് നഷ്ടപ്പെടുകയില്ല. അത് നാം എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാകുന്നു. ആ രക്ഷയാണ് പുതിയ നിയമത്തിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇതാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ നിയമം. ഇതിനെക്കുറിച്ച് സുവിശേഷങ്ങളിലും അതുപോലെ ലേഖനങ്ങളിലും വളരെ വിശദമായിട്ട് ദൈവാത്മാവ് വിവരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് രക്ഷയുടെ സുവിശേഷം. ഒരു പാപി രക്ഷിക്കപ്പെടുവാൻ ദൈവം തന്നെ അവൻ്റെ മേൽ ധാരാളമായി തൻ്റെ കൃപ ചൊരിയുന്നു, തൻ്റെ പരിശുദ്ധാത്മാവിനെ
നൽകുന്നു. ദൈവം ഭാവിയിൽ ഇസ്രായേലിൻ്റെ മേൽ ഇത്തരത്തിലുള്ള കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും എന്ന് സെക്കരിയ 12:10 നാം വായിക്കുന്നുണ്ട്. സകല ജാതികളുടെ മേലും പകരും എന്നും പറയുന്നു. ആ സകല ജാതികളുടെ മേലും പകരുമെന്ന് പറയുന്നത് സകല ഭാഷക്കാർക്കും വംശക്കാർക്കും ഗോത്രക്കാർക്കും ജാതികൾക്കും ഒരുപോലെ കൃപയുടെ സുവിശേഷം ഘോഷിക്കപ്പെടും. സുവിശേഷം സർവ്വലോകത്തും അത് പറയപ്പെടും. അപ്പോസ്തലന്മാരോട് അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സർവ്വലോകത്തും എൻ്റെ സാക്ഷികൾ ആകുകയും. അങ്ങനെ സുവിശേഷത്താൽ സർവ്വലോകവും രക്ഷയിലേക്ക് വരുന്ന ദൈവകൃപയാണ് നാം കാണുന്നത്. അവിടെ ദൈവകൃപയുടെ ആ യാചനയുടെ ആത്മാവ് വ്യാപരിക്കും. അപ്പോൾ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേട്ട് അവനാണ് രക്ഷയിലേക്ക് തിരിയുന്നത്. ആത്മാവ് പറയുന്നത് ഈ പുറമേ ഉള്ള ചെവി കൊണ്ട് ആർക്കും കേൾക്കാൻ കഴിയുന്നതല്ല. കാരണം ആത്മാവ് പറയുമ്പോൾ അത് ശബ്ദമായിട്ട് കേൾക്കത്തില്ല, അത് പുറമേ കേൾക്കുകയല്ല. പുറമേ കേട്ടെങ്കിലല്ലേ പുറമേ ഉള്ള ചെവി കൊണ്ട് കേൾക്കാൻ ഒക്കുള്ളൂ. അപ്പം ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ആത്മാവ് പറയുന്നത് നമ്മുടെ ആത്മാവോടാണ്, ആത്മാഭാഷയിലാണ് പറയുന്നത്. അത് പുറമേയുള്ള ശബ്ദത്തിലല്ല. അത് കേൾക്കുന്നത് അകമേ ഉള്ള ചെവി കൊണ്ടാണ്, ആത്മീക ചെവി കൊണ്ടാണ്. അതുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ അങ്ങനെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവോട് പറയുന്ന കാര്യങ്ങളെ നാം കേട്ട് അംഗീകരിച്ചാൽ ആ രക്ഷയിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയും എന്നാണ്. എന്താണ് ഈ സുവിശേഷം എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞു. കർത്താവ് പറഞ്ഞത് ദൈവത്തിങ്കിലേക്ക് തിരിയുക, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുന്ന പ്രവൃത്തി എന്താണ് എന്ന് യഹൂദന്മാര് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക, അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. ദൈവമാണ് തന്നെ അയച്ചത് എന്ന് കർത്താവ് സുവിശേഷങ്ങളിൽ നമുക്കറിയാം. അവൻ്റെ പരശുശ്രൂഷ കാലഘട്ടത്തിൽ ധാരാളം അവൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. കർത്താവായ യേശുക്രിസ്തു അങ്ങനെയുള്ളവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് യോഹന്നാൻ 6:40 നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്, അത് ആ ഒരു മാർഗം മാത്രമേ ലോകത്തിൽ വെച്ചിട്ടുള്ളൂ. വേറൊരു മാർഗത്തിൽ പോയാൽ അത് ലഭിക്കുന്നതല്ല. അനേക ആളുകളും മറ്റു പല മാർഗങ്ങളുമാണ് തേടുന്നത് രക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ ആ മാർഗങ്ങളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം ഈ സിമ്പിളായിട്ടുള്ള ഈ കാര്യം മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനെ കർത്താവായി അംഗീകരിക്കുക, അതാണ് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ. അത് ചെയ്താൽ മാത്രമേ ഒരുവന് രക്ഷപ്പെടുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ഒരുവൻ്റെ ഹൃദയത്തോട് സമ്പാദിക്കുമ്പോൾ അവന് കൃപ ലഭിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തോട് സമ്പാദിക്കുമ്പോൾ അവന് ആ ദൈവത്തിൻ്റെ കൃപയും അക്കൂട്ടത്തിൽ ലഭിക്കുന്നു എങ്കിൽ അവൻ യേശുവിനെ കർത്താവ് എന്ന് പറയും. നസറേനായ യേശു, നസറേത്തിൽ വളർന്ന ഒരു തച്ചൻ്റെ മകനെന്ന് ലോകമറിയപ്പെടുന്ന യേശു, പക്ഷെ അവൻ ദൈവപുത്രനാണെന്ന് അവൻ്റെ പ്രവർത്തികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അവൻ്റെ പരസ്യശുശ്രൂഷയിൽ ആ നസറേനായ യേശുവിനെ ദൈവത്തിൻ്റെ വചനപ്രകാരം അവൻ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കണം. ആ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയണം. ഒരു യഹൂദൻ
യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് യേശുവ, യാഹ്വേ എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിലേ യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് എബ്രായ ഭാഷയിൽ അതിനെ പറയുന്നത്. അങ്ങനെ ഒരുവന് പറയുവാൻ ഇടയാകണമെങ്കിൽ നാം പറയുന്ന അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാനായിട്ട് ആർക്കും കഴിയില്ല. അപ്പോൾ ആ കഴിവ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ട് ഒരുവനും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതല്ല. യേശുവിനെ യഹോവ എന്ന് അംഗീകരിക്കണം. യഹോശുവ എന്ന ആ വാക്കാണ് ചുരുക്കിയാണ് യേശു എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിൽ യഹോശുവ എന്നാണ് എബ്രായ ഭാഷ. ആ യേശുവ എന്നുള്ള വാക്ക് യഹോശുവയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ യഹോശുവ എന്ന വാക്കിന് യഹോവ രക്ഷകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഹോവ രക്ഷകൻ, ആ വാക്ക് തന്നെയാണ് യേശുവിൻ്റെ പേര്. യേശു എന്ന് നമ്മൾ പറയുന്നെങ്കിലും എബ്രായ ഭാഷയിൽ അത് പറയുന്നത് യഹോശുവ എന്നാണ്. അതിൻ്റെ ചുരുക്കം പേരാണ് യേശുവ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം യഹോവ രക്ഷകൻ എന്ന് തന്നെയാണ്. അപ്പോൾ യഹോവ രക്ഷകൻ എന്നാണ് അവൻ്റെ പേരെങ്കിൽ അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഇരിക്ക കൊണ്ട് നീ അവന് യേശുവ എന്ന് പേരിടണം എന്നാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് മറിയയോട്. അപ്പോൾ നോക്കുക, നമ്മുടെ കർത്താവ് ആണ് യഥാർത്ഥത്തിൽ രക്ഷകൻ. ഇങ്ങനെ രക്ഷയെക്കുറിച്ചും രക്ഷിതാവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള ആ സുവിശേഷം എന്ന വാഗ്ദത്തം വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി നൽകപ്പെട്ടതാണ്. ആ സുവിശേഷം എന്നത് എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതാണ്. അതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ ഈ സുവിശേഷം ഈ റോമാലേഖനം 1:5 പറയുന്നു. ആരംഭത്തിൽ തന്നെ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഈ സുവിശേഷം വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. 1:16 വാക്യം, 1-ാം അധ്യായം 16-ാം വാക്യം. അവിടെ ഒടുവിൽ പറയാണ് അതായത് അതിൻ്റെ മുഖവുരയുടെ 1 മുതൽ 17 വരെ മുഖവുരയാണ്. ആ മുഖവുരയുടെ ഒടുവിൽ അതിൻ്റെ ആരംഭത്തിൽ 5-ാം വാക്യത്തിൽ സുവിശേഷം പറഞ്ഞിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ അത് ഉപസംഹരിക്കുകയാണ്. അവിടെ പറയുന്നത് അത് രക്ഷയ്ക്കായി, അവനിൽ വിശ്വസിക്കുന്ന ഈ വിശ്വാസം അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്നാണ്. ഈ വിഷയം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഹബക്കൂക്ക് 2:4 എഴുതിയിരിക്കുന്ന വാക്യത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ആ വാക്യം എടുത്ത് 1:17 വാക്യത്തിൽ ഉദ്ധരിക്കുകയാണ് പൗലോസ്. ആ വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് താഴോട്ട് പിന്നെ 18-ാം വാക്യം മുതൽ എഴുതുന്നത് ആ ഉദ്ധരിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ റോമാലേഖനത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത്. ഹബക്കൂക്ക് 2:4 അതാണ് റോമാലേഖനത്തിൻ്റെ ഹെഡിങ്. അത് 17-ാം വാക്യത്തിൽ അത് എഴുതിയിട്ട് താഴോട്ട് 18-ാം വാക്യം മുതൽ പിന്നീട് സുവിശേഷം അങ്ങോട്ട് എഴുതി തുടങ്ങുകയാണ് പൗലോസ്. അപ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ഈ റോമാലേഖനത്തിൻ്റെ
വിഷയം, അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് അതാണ്. ഇനി ഇതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആദ്യത്തെ ഭാഗമാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പൗലോസിൻ്റെ വ്യക്തിപരമായ വന്ദനമാണ്. പൗലോസ് വ്യക്തിപരമായിട്ട് റോമിലുള്ള ദൈവസഭയ്ക്ക് വന്ദനം ചെയ്യുന്നതാണ് അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. യേശുക്രിസ്തു ദൈവത്തിന് പുത്രനാണ്, ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന വാക്ക് ദൈവത്തോട് സദൃശൻ അല്ലെങ്കിൽ സമൻ എന്ന അർത്ഥമാണ് ആക്കുന്നത്. താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു താൻ ദൈവപുത്രനാണ്. അങ്ങനെ താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാര് അവനെ എറിയുവാൻ കല്ലെടുത്തു. കർത്താവ് സംഭാഷണമധ്യേ പറഞ്ഞു ഞാൻ ദൈവപുത്രനാണെന്ന്. അത് കേട്ട യഹൂദന്മാര് കല്ലെടുത്ത് അവനെ എറിയാൻ. എന്തിനാ അങ്ങനെ അവര് അത്ര കോപിക്കാൻ കാരണം എന്താ? അപ്പോൾ അതിന് കർത്താവ് പറഞ്ഞത്, പിന്നെയും പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ആ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. പിന്നൊരിക്കൽ കർത്താവ് അവരോട് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു. 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം. അപ്പോഴും അവർ വീണ്ടും കല്ലെടുത്തു അവനെ എറിയാൻ എന്ന് നാം കാണുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ട് കർത്താവ് പറയുകയാണ് യഹൂദന്മാരോട്, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് ശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട്, പിതാവ് ശുദ്ധീകരിച്ച് അയച്ചു എന്ന് പറഞ്ഞാൽ പിതാവ് വേർതിരിച്ച് അയച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വേർതിരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ, നിങ്ങൾ അങ്ങനെ പറയുന്നുവോ ഞാൻ ദൈവദൂഷണം പറയുന്നുവെന്ന്? പിതാവ് എന്നെ പ്രത്യേകം വേർതിരിച്ച് നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ അയച്ച എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്നുവോ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ദൈവദൂഷണമാണ് ഞാൻ പറയുന്നത് എന്ന് അവരോട് ചോദിക്കുകയാണ്. യോഹന്നാൻ 10:35-36 വാക്യങ്ങളിലുള്ളതുകൊണ്ട് പിതാവായ ദൈവവുമായിട്ട് മനുഷ്യർക്കുള്ള ബന്ധം പോലെയല്ല യേശുക്രിസ്തുവിനുള്ളത്. യേശുക്രിസ്തുവിനെ മനുഷ്യരെല്ലാം ത്യജിച്ചു കളഞ്ഞു, അവനെ നിന്ദിച്ചു കളഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത് ആരാണ്? മനുഷ്യരല്ല. കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വിളിക്കുന്ന ദൈവമുണ്ടല്ലോ, നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്ന ആ ദൈവം അവൻ എൻ്റെ പിതാവാകുന്നു. അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഞാൻ പുച്ഛമായിരിക്കാം, നിങ്ങൾ എന്നെ നിന്ദിക്കുന്നു, നിങ്ങൾ എന്നെ കല്ലെറിയാൻ നോക്കുന്നു. പക്ഷേ നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ദൈവം അവൻ എൻ്റെ പിതാവാണ്, അവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 8:54 എഴുതിയിരിക്കുന്നു, നാം വായിക്കും. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞത്, നീ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടത്രേ ഞങ്ങളിത് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവമാണെന്ന അതല്ലയോ? നീ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ഞാൻ ദൈവപുത്രനാണെന്നാണ് പറഞ്ഞത്. ആ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ്? ദൈവമെന്ന. അതുകൊണ്ടാണ് അവർ കല്ലെറിയാൻ തുനിഞ്ഞത്. അപ്പോൾ ദൈവപുത്രൻ എന്ന വാക്ക് യഹൂദന്മാർക്ക്
ദൈവപുത്രൻ എന്ന് അവരുടെ ഇടയിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവമാണ് എന്നാണ്. നാം വിചാരിക്കുന്നത് പോലെയുള്ള അർത്ഥത്തെക്കാൾ അധികമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നവൻ. യേശുവിനെ ദൈവപുത്രനെന്നും കർത്താവെന്നും അംഗീകരിക്കുന്നവൻ രക്ഷപ്രാപിക്കുന്നു. എന്നാൽ ഇന്ന് അവനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്തവർ അനേകർ ലോകത്തിലുണ്ട്. മാത്രമല്ല, ദൈവപുത്രനെന്ന് അംഗീകരിക്കാതിരിക്കുക മാത്രമല്ല, അങ്ങനെ ഉള്ളവരെ കൊന്നുകളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന ജാതികൾ, ആളുകൾ ഇന്ന് ലോകത്തിലുണ്ടെന്ന് നമുക്ക് അറിയാം. യഹൂദന്മാർ ക്രിസ്തുവിനെ നിന്ദിക്കുമ്പോൾ ക്രിസ്തു ദൈവപുത്രനാകയാൽ പിതാവായ ദൈവം അവനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് യോഹന്നാൻ 8:54. പുത്രൻ എന്ന ആ വാക്ക് വിശ്വാസികളോട് ബന്ധത്തിലും ഉണ്ട്. നാമും ദൈവമക്കളാണ്. പക്ഷേ നാം ദൈവമക്കൾ ഇന്ന് വരെ യഥാർത്ഥത്തിൽ നാം ദൈവമക്കളാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ ആകുന്നു. പക്ഷെ അത് പ്രത്യക്ഷമായില്ല. ഇതുവരെ ദൈവമക്കളാണ്, പക്ഷെ അത് പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുക കൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പം അവനോട് സദൃശന്മാരാകത്തക്ക ശരീരത്തിൻ്റെ മാറ്റം വരുമ്പോഴാണ് നമുക്ക് പുത്രത്വം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. നാം ഇന്ന് ദൈവമക്കളാണ്. പക്ഷേ ആ പുത്രത്വം എന്നുള്ള, മറ്റുള്ളവർ കണ്ടാലും ഇവർ ദൈവത്തിൻ്റെ മക്കൾ, ദൈവപുത്രന്മാർ എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ ജഡശരീരം മാറണം. നമുക്ക് ശരീരത്തിൻ്റെ രൂപാന്തരം ഉണ്ടാകണം. അതുവരെ ആരും മൈൻഡ് ചെയ്യത്തില്ല ലോകത്തിലുള്ളവർ. എന്നാൽ നാം യഥാർത്ഥത്തിൽ ആരാണ്? ദൈവമക്കളാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പുത്രത്വത്തെ സംബന്ധിച്ച് കർത്താവ് തന്നെ പിതാവിനോട് പറയുന്ന കാര്യം, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:5. അപ്പം ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തോടുള്ള സമത്വത്തിലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അതാണ് അവൻ്റെ പുത്രത്വവുമായിട്ടുള്ള ബന്ധം. ഫിലിപ്പി ലേഖനം 2:6 മുതലുള്ള വാക്യങ്ങളിൽ അതാണ് നാം വായിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ. എപ്പോഴായിരുന്നു ആ സമത്വം? പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ നോക്കുക, കർത്താവായ യേശു ക്രിസ്തു അവന് ദൈവത്തോട് സമത്വം ഉള്ളവനാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ ആത്മരൂപം വിട്ടിട്ട് ശരീരമെടുത്ത് ലോകത്തിൽ വന്നു. എന്നാൽ അവൻ തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ മഹത്വ സമ്പൂർണനായിട്ട് തീർന്നു. ആ ദൈവത്തോടുള്ള സമത്വത്തിൽ പിന്നെയും അവൻ തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു അനുഭവമാണ് അവനെ നാം ഇരിക്കുന്നത് പോലെ തന്നെ കാണുക കൊണ്ട് നാമും അവനോട് സദൃശന്മാരായിത്തീരും. അതായത് നമുക്കും ഈ ശരീരത്തിൻ്റെ മാറ്റം വന്നു കഴിയുമ്പോൾ നാമും ദൈവപുത്രന്മാർ എന്നുള്ള ആ മഹനീയമായ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അതുവരെ ഇന്ന് അപമാനമായിട്ടും നിന്ദിതരായിട്ടും നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ ഈ വാക്യം ഞാൻ 3 വാക്യം ഇവിടെ വായിച്ചു എന്നേ ഉള്ളൂ. ആ വാക്യത്തെക്കുറിച്ച് തുടർന്ന് നമുക്ക് താഴോട്ട് അടുത്ത ദിവസം ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ചിന്തിച്ച് തുടങ്ങാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് ഇതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു എന്നേ ഉള്ളൂ. ഈ റോമാലേഖനം ശരിയായ നിലയിൽ അത് പഠിക്കുന്നുവെങ്കിൽ തീർച്ചയായും എങ്ങനെ റോമാലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നായിരിക്കുന്നുവോ, ഈ റോമാലേഖനത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത് കയ്യിലിടുന്ന ഒരു
വിരളിലിടുന്ന ഒരു മുദ്രമോതിരം പോലെ ആയിരിക്കുന്നു. അതിൻ്റെ 8-ാം അധ്യായം എന്ന് പറയുന്ന ആ മോതിരത്തിൽ ഉള്ള അതിൻ്റെ ആ ഉജ്ജ്വലമായ പ്രകാശം പരത്തുന്ന രത്നത്തിന് തുല്യമാണ് എന്ന് വ്യാഖ്യാനികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര വിശിഷ്ടമായിരിക്കുന്ന ഈ ലേഖനം, അതിൽ അടങ്ങിയിരിക്കുന്ന സത്ത എന്താണ് എന്ന് ശരിയായ നിലയിൽ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അതിൻ്റെ കാര്യങ്ങളെ പറയുവാനും ഗ്രഹിപ്പിക്കുവാനും കഴിയത്തക്ക വിധത്തിൽ നാം അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുകയും ദൈവസ്നേഹം നമ്മിൽ തുളുമ്പുകയും നാമും ദൈവമക്കൾ എന്നുള്ള ആ ബന്ധത്തിൽ, അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ ഒടുവിൽ പറയുന്നത്, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിക്കുവാൻ ആർക്ക് കഴിയും? ആഴത്തിനോ ഉയരത്തിനോ മരണത്തിനോ ജീവനോ യാതൊരു ശക്തിക്കും കഴിയുന്നതല്ല. അത്ര വലിയ ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ ഈ സുവിശേഷത്താൽ ദൈവത്തോട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ അനുഗ്രഹിക്കപ്പെട്ട സത്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നന്നായ നിലയിൽ ഗ്രഹിച്ച് മറ്റുള്ളവരെയും ഗ്രഹിപ്പിക്കുവാൻ നമുക്ക് വരുന്ന ദിവസങ്ങളിലിടയായി തീരട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.